trying to find a song and write it all night long, and write it all night long. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ വചനം പോലെ എല്ലാവട്ടെ നന്മ പറയുമേ സ്വസ്ഥീകരണമാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ ഈശോയുടെ മനുഷ്യരുടെ വാഗ്ദാനത്തിരിക്കുന്ന ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും 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 സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എളിയവരും ചെല്ലപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയുമായി ഏറ്റവും ആലാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടുകൂടെ മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ദൈവത്തിന് വലുതായിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർന്നതിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ വിശ്വാസം എന്ന പുതുണ്ടായി ഫലം ചെയ്യുന്ന അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ദേവശരണമെന്ന പുതുണ്ടായി വളരുന്ന അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ആത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ സ്നേഹം എന്ന പുതുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. സന്തോഷങ്ങളോടെ ഉയർത്തെന്ന് ധ്യാനിക്കുക. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ ഉയർപ്പിന് ശേഷം 40 നാൾ അത്ഭുതകരമായ മഹിമയോട് ജയത്തോടുകൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടോട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ. ഈശോയെ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ,
പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സുഖത്തിലേക്ക് ആനയിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിലയിരിക്കുമ്പോൾ സഖിയോട് ധ്യാനിച്ചിരുന്ന മാതാവിന്റെ മേലും ശ്രീഹാന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചിരുന്ന് ധ്യാനിക്കുക. അങ്ങനെ രാജ്യപരമായ സർവത്തിലെ പോലെ ും
ആവശ്യമുള്ളവരെയും സമുദ്രയിലേക്ക് ആനയിക്കണം. പരിശുദ്ധതയും അതായത് പരലോകത്തിക്കരേറിയുണ്ണേ തന്റെ ദൈവമാനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തലേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ആത്മജ്ഞാനബോധിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിർണ്ണയിക്കുന്ന റോസപുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, നമ്മളുള്ള കോട്ടയെ, സ്വർണ്ണാലയമേ, വർത്താനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, നീതികളുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി,
സാക്ഷികളുടെ രാജ്ഞി, നിന്ദകന്മാരുടെ രാജ്ഞി, കന്യകകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെയും രാജ്ഞി, അമലോർയായ രാജ്ഞി, സ്വർഗാരോപതിയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കർമ്മസഭയുടെ അലങ്കാരമായ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നെ അഭയം തേടുന്നു. ഞങ്ങൾ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കമാർത്ത് നിത്യകന്യായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നള്ളണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി കന്യക മാതാവേ, സുസ്തി. ഞങ്ങളുടെ ജീവിതമാതിരും ശത്രുവിനെ സുസ്തി. ഹവായുടെ ഭാഗമായി ഞങ്ങൾ അങ്ങേ പക്കത്തിലും വെക്കുന്നു. കണ്ണുനിന്റെ താഴ്വരങ്ങി കരഞ്ഞ അങ്ങേ പക്കൽ ഞങ്ങൾ നിലനിൽക്കുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കന്യകളുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കന്യമാത്സ്യം മാറ്റി നിന്ന കന്യാമറിയമേ, ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രയോഗ്യമായി ഇടമായിരിക്കാൻ ആദ്യം നിശ്ചയിച്ചുവല്ലോ. ഈ മാതാവിനെ സംരക്ഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എൽവിന് ഞങ്ങൾ നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിലുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതി കൊണ്ട് വിവേകപൂർവം നിങ്ങളുടെ ഭാര്യമാരോട് കൂടെ വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാകുന്നു. കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും അങ്ങേയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇതിന്റെ നഗരത്തിലുള്ളവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയുടെ ആത്മീയവും ശാരീരികവുമായ ലാഭത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ മലർത്തിയുമോ മറിയം സെരുവാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജ്ജീകരണമല്ല ഞങ്ങൾ തിരികെയും ചെയ്യും. ഈശോമിശിഹായുടെ ഹൃദയമേ, മറിയത്തിന്റെ മലർത്തയമേ, വിശുദ്ധ യൗസേപ്പേ, വിശുദ്ധ അഗസ്തീനോസേ, തോമാസ്ലിഹായേ, പത്രോസ്ലിഹായേ, എത്രയും മാതാവേ, അങ്ങേ സമയത്തോടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാതൃകപേക്ഷവരെ ഒരുവിനെയുള്ള ഞങ്ങളുടെ രാജ്ഞിയായ കന്യകേ, ദൈവ മാതാവേ, ധൈര്യപ്പെട്ട് അങ്ങേ ഞാനായിരുന്നു. ഭാവിയായി ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിക്കുന്നു. മാതാവേ, എന്റെ ആമേൻ.
ഏറ്റവും പ്രിയപ്പെട്ട തലതൊട്ടപ്പൻ ജോസഫ് അച്ചാച്ചനെയും ആന്റിയെയും എന്റെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സോ നമ്മുടെ ചടങ്ങൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എന്റെ സ്നേഹത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ എൽവിൻ ചേട്ടന്റെ സ്വന്തം മധുരവെപ്പാണ്. ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. തലയാട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കുരിശ് വരയ്ക്കാൻ അറിയോ അല്ലെ? അറിയണ്ടേ? സോ എൽവിൻ ചേട്ടാ ഒന്ന് കുരിശ് വരച്ച് കാണിച്ചേ. ഉറക്കം പറയണേ. മൈക്ക് വേണോ? വേണ്ട, വയ്യപ്പ. ശരി ശരി, ഓക്കെ. അപ്പൊ ഇനി അച്ചാച്ചനും ആന്റിയും തുടർന്നുള്ള ചടങ്ങിലേക്ക് മധുരം കൊടുത്തോട്ടെ. സോ ഇപ്പൊ നമ്മുടെ ചെക്കന് മധുരം കൊടുക്കുകയാണ്. 3 പ്രാവശ്യം നമ്മൾ മധുരം കൊടുക്കും. സോ ഒരു നല്ല കൈയടി. സോ ഇപ്പോഴാണ് നമ്മുടെ മധുരമൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. इश्क में दिल बना है, इश्क में दिल फना है, ओ मिटा दे या बना दे, मैंने तुझको चुना है, ओ तेरे सारे रंग ओढ़ के डंग ओढ़ के तेरा हुआ मैं सबको छोड़ के, इश्क नहीं करना नाप तोल के राज खोल के आया हूँ मैं सबको बोल के, ओ मैं तो चलिया तेरी ओर तेरा चलिया है जोर तेरा होया मैं यार में भूले आए संसार में, चलिया तेरी ओर तेरा चलिया है जोर तेरा होया मैं यार में भूले आए संसार में, जग तेरे लिए छोड़िया दिल तेरे संग जोड़िया, अब तेरा मैं तो हो गया आगे तुझे मैं खो गया, जग तेरे लिए छोड़िया दिल तेरे संग जोड़िया, अब तेरे मैं तो हो गया आगे तुझे मैं खो गया, इश्क में दिल बना है, इश्क में दिल फना है, ओ हंसा दे या रुला दे मैंने तुझको चुना है, ओ दुनिया कहती इश्क भूल है बेफजूल है, हमको तो दिल से कबूल है, तुझ में दिखता रब का नूर है, एक सुरूर है, तू है अपना ये गुरूर है, विदाता चलिया तेरी ओर तेरा चलिया है जोर तेरी होई मैं यार है भूले आए संसार में, चलिया तेरी ओर तेरा चलिया है जोर तेरी होई मैं यार है भूले आए संसार, इश्क ख्वाब ख्वाब सा है मेरा बेहिसाब सा है, तेरे लफ्ज झूम लूं मैं उर्दू की किताब सा है, इश्क ख्वाब ख्वाब सा है मेरा बेहिसाब सा है, तेरे लफ्ज चूम लूं मैं उर्दू की किताब सा है, जग तेरे लिए छोड़ी इश्क में दिल बना है, छोड़ी इश्क में दिल बना है, खो
तेरा कर ना सकूं तो बंदगी क्या बंदगी तेरे बिना जीना पड़े तो जिंदगी क्या जिंदगी क्या रंग लाया दिल का लगाना क्या रंग लाया दिल का लगाना गूंजे हवा में बिछड़े दिला दिया दुहाइयां वे बड़ी लंबियां सी जुदाइयां ചേട്ടൻ ഒരു അധ്യാപകനായിട്ട് ഞാൻ സാർ പറഞ്ഞുകൂടാ. സോ സ്റ്റുഡൻസിനോടാണ് ചോദ്യം. എൽവിനെ കുറിച്ച് അഭിപ്രായം എന്താ? ആരെങ്കിലും ഒരാൾക്ക് പറയാം. സ്റ്റുഡൻസ് ഇപ്പൊ പറഞ്ഞ് ശരിയാവില്ല. നല്ലത് പറയണല്ലേ. എൽവിൻ ഞങ്ങളുടെ കോളേജിലെ യങ്ങസ്റ്റ് ഫാക്കൽറ്റിയാണ് 10 കൊല്ലം മുമ്പ്. വളരെയധികം എനർജിയും കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. എല്ലാവരും പലരും SMS പിള്ളേരല്ല. ഞാനിതിന് കണ്ടിട്ടില്ല SMSലൊന്നും. SMSന് വളരെയധികം എന്താ പറയുക, സ്റ്റുഡൻസിൻ്റെ ഇടയിലും ഫാക്കൽറ്റിയുടെ ഇടയിലും എൽവിന് നല്ലൊരു പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും SMSനെ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. കുട്ടികളെ വളരെയധികം വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. സ്റ്റാഫ് എന്തായാലും നല്ലത് പറഞ്ഞു. പക്ഷെ സ്റ്റുഡൻസിനോടാണ് എന്റെ ചോദ്യം. കാരണം സത്യം പറയാൻ സ്റ്റുഡൻസ് തന്നെ വേണം ഇല്ലേ? പറഞ്ഞോ, ധൈര്യമുള്ള ആർക്ക് വേണമെങ്കിലും. എൽവിൻ ചേട്ടനെ പേടിക്കാത്ത ആർക്കാണെങ്കിലും ഇന്ന് ഇവിടെ എന്ത് വേണമെങ്കിലും പറയാം. എൽവിൻ ചേട്ടൻ ഒരു പേടിയില്ല. എന്താണ് ഇങ്ങനെ? നല്ലത് മാത്രം പറയണമെന്ന് സാർ ആദ്യമേ പറഞ്ഞുകൊണ്ട് നല്ലത് മാത്രമേ പറയുള്ളൂ. അപ്പൊ എൽവിൻ സാർ പറഞ്ഞ പോലെ സാറിന്റെ അർപ്പണ മനോഭാവം, ആത്മാർത്ഥത, അങ്ങനെ എല്ലാം കൊണ്ടും സാറ് വളരെ നല്ലൊരു സാറായിരുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മളൊക്കെ ഈ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അറിയാലോ സാറിനോട് നമുക്കുള്ളൊരു സ്നേഹവും സന്തോഷമൊക്കെ. അപ്പൊ അതാണ്. താങ്ക് യു. ഹാപ്പിയാണോ? എന്താണ് ആരോടും പറയാൻ പറ്റില്ല. ഓഹോ, അതെന്താ അങ്ങനെ? ഓക്കെ ഓക്കെ, ചോദിക്കാം. ഈ ഇല്ല, നമ്പർ ചോദിക്കുന്നില്ല. ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് പറഞ്ഞത്. ഓക്കെ, ഈ മധുരം കണ്ടല്ലോ അല്ലേ? ഇതിന്റെ നടുക്ക് കുരിശ് വരച്ചിട്ടുണ്ട്. എന്ത് സാധനം വെച്ച് വരച്ചേനെ? കുരുമുളക് വെച്ച് വരച്ചേനെ. എന്തിനാണ് ഈ മധുരത്തിന്റെ നടുക്ക് കുരുമുളക് എന്നറിയോ? സോറോഫ്ലെക്സ്. ഈ വലിയ പഠിപ്പിക്കണതിന്റെ ഗുണം കൊണ്ടാണ് കുറച്ച് വെളിവൊക്കെ ആയി തുടങ്ങി. സോ അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ചിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ എന്നോർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? നിങ്ങൾ ഇനി സംസാരിച്ചാൽ ഞാൻ ക്വസ്റ്റ്യന്റെ കനം കൂടുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് ടാസ്ക് ആണ്. എഴുന്നേറ്റോ. ഇതെല്ലാം കാണാൻ നിങ്ങൾ റെഡിയല്ലേ? ഒരു നല്ല കൈഡിയ കേട്ടോ. ഓക്കെ, ഇനി എൽവിൻ ചേട്ടൻ തിരിഞ്ഞു ബാക്കിലോട്ട്. ഓക്കെ, ചേച്ചിയോടാണ് ചോദ്യം. എല്ലാവർക്കും കാണാട്ടോ. ഇതിൽ ഇഷ്ടപ്പെട്ട, എൽവിൻ ചേട്ടൻ കണ്ണടച്ചിരിക്കാൻ നോക്കരുത്. ഇഷ്ടപ്പെട്ട മധുരം ഒന്ന് കാണിക്കാവോ? അത് ഓക്കെ. ചേട്ടന് ഇഷ്ടപ്പെട്ടത് ഏതാണ്? ആയിരിക്കും. ഓക്കെ, തിരിഞ്ഞോളൂ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മധുരം ഏതാ? അറിയണ്ടേ? പിന്നെ നിങ്ങൾ എന്താണ് അത്? ചേട്ടന് ഇഷ്ടപ്പെട്ടത് ഏതാ? അത് അന്ന് ഓക്കെ. നിങ്ങൾ രണ്ടുപേരും അതിമിച്ചിരി മധുരം എടുക്കും. എടുക്ക്. ഇപ്പോഴേ കൊടുത്ത് ഞാൻ പറഞ്ഞോ എടുക്കാൻ. എടുത്തു. അപ്പൊ തന്നെ കേട്ടു. ഓക്കെ, രണ്ടുപേരും ഇച്ചിരി മധുരം എടുക്കൂ. സോ ഈ സമയത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം പങ്കുവെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിലും. സോ ഒരു നല്ല കൈഡിയോടുകൂടി നമുക്ക് ഈ മധുരം ഇപ്പൊ ചടങ്ങ് ഒഫീഷ്യലായിട്ട് അവസാനിക്കും.
ഓക്കെ, താങ്ക് യു ഗൈസ്. ഇനി അടുത്തത് ഇനി കുറച്ച് ഗേൾസ് വരാമോ? ഫ്രണ്ട്സ്, സ്റ്റുഡൻറ്, സ്റ്റാഫ് ആരെങ്കിലും? ഗേൾസ് ആ രണ്ടും. സോ എൽവിൻ ചേട്ടാ, ടാസ്ക് വളരെ സിമ്പിളാണ്. ചേച്ചി താഴേക്ക് ഇറങ്ങി വരാമോ? അല്ല ഇവിടെ ആരെങ്കിലും ഒരാൾ വരാമോ? സിമ്പിൾ പണിയൊന്നുമില്ല. കണ്ണൊന്ന് കിട്ടാവോ? ടാസ്കടാ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറപ്പിച്ചു വെച്ചേക്കാണല്ലേ. കെട്ടുന്ന പെണ്ണ് ആരാന്ന് അറിയണ്ടേ? വേണ്ടേ? ഏത് പാതിരേക്ക് കെട്ടുന്ന പെണ്ണിനെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഭാര്യ അറിഞ്ഞിരിക്കണം. സോ കുറേ കൈകളുണ്ട്, അതിൽ ഒരെണ്ണത്തിനെ ചൂസ് ചെയ്തു. തിരിഞ്ഞു എന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞു. സോറി, കുറച്ച് രണ്ടടി മുന്നോട്ട് നടക്കൂ. മുന്നോട്ട്. ഓക്കെ, കൈയൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിപ്പോ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഇവിടെ സിഗ്നൽ ഒന്നും കൊടുക്കരുത്. ചേച്ചിയോടാണ് എന്റെ പ്രത്യേക അഭ്യർത്ഥന. ചേട്ടന് ഞങ്ങൾക്ക് അറിയോന്ന്. ഇത്തിരി സൈഡ് വെക്കോ, ഈ അറ്റത്തേക്കാൾ ഇത്തിരി സൈഡ് വെക്കോ, ഇത്തിരി സൈഡ് വെക്കോ. ആകെ കൂടി കൺഫ്യൂഷൻ ഇതിൽ ആരാണ്. മറ്റേ പാട്ട് കറക്റ്റ് ആയിരുന്നു, കൺഫ്യൂഷൻ തീർക്കണേ. അതല്ല, ഓക്കെ. കിട്ടിയില്ല, ഉറപ്പിച്ചോ? ആദ്യം അല്ലാന്ന് പറഞ്ഞ ഇവര് സപ്പോർട്ടാണ്. ആ ഊരിക്കോ, കണ്ണ് കിട്ടിയത് ഊരിക്കോ. ആരെ തന്നെയാ നോക്കിക്കോ. നല്ല സ്റ്റുഡൻസ് ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഓക്കെ, ഇവിടെ കരഞ്ഞാൻ ഒരാളിരുന്ന്. ഓക്കെ, നിങ്ങൾ സ്റ്റേജിലേക്ക് കയറാട്ടോ, സ്റ്റേജിലേക്ക് കയറാം. ഇവിടെ എൽവിൻ ചേട്ടൻ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് ഒരു അഭിപ്രായമില്ല. ഇതിപ്പോ എന്തിനാ വേണ്ടി? ശരി, അനീതിക്ക് പകരം ഒരാളെ വേണ്ടി എൽവിൻ ചേട്ടൻ അങ്ങനെ കിട്ടുന്നു. ഓക്കെ, സോ എൽവിൻ ചേട്ടാ, നിങ്ങൾ ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? അത് മറക്കില്ല ഞാൻ ആ ദിവസം. അതാണോ? ഓക്കെ, ആദ്യമായി കണ്ടത് എന്നായിരുന്നു? ചോദിക്കരുത് ആദ്യമേ. ഓർമ്മയില്ല. സോ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഓഹോ, ചേച്ചിക്ക് ഓർമ്മയില്ല. ചേട്ടൻ തന്നെ പറയാ, ചേച്ചിക്ക് നല്ല ഓർമ്മശക്തിയാ. ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല. ദിവസം ഏതാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, ശനിയാഴ്ച, ഫ്രൈഡേ ആയിരിക്കും. ഇവിടെ ഒരാള് ശനി, അവിടെ ഫ്രൈഡേ. എന്നായിരിക്കും ശരിക്കും? അപ്പനും അമ്മയ്ക്ക് അറിയായിരിക്കും അല്ലേ? അപ്പനും അമ്മയ്ക്ക് അറിയാവോ എന്നാണ് ഇവർ കണ്ടുമുട്ടിയത്? രണ്ടപ്പന്മാരും അമ്മമാരും ഇവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാണ് ആ ഡേ എന്നറിയാവോ? ഇല്ല, അവരാരും ഇല്ല. സോ കണ്ടുമുട്ടിയ സമയത്ത് ഇവർ എങ്ങനെയായിരുന്നു അറിയാവോ? മണ്ണം വെച്ച എൽവിൻ ചേട്ടന്റെ ഷർട്ടിന്റെ കളർ വൈറ്റ് ഷർട്ട് ആണോ? ആയിരിക്കും. ചേച്ചി എല്ലോ ആണോ? ചേച്ചിക്ക് ചേട്ടനെ ഓർമ്മയുണ്ട്. ചേട്ടന് സ്വന്തമായിട്ട് ഓർമ്മയില്ലെങ്കിലും ചേച്ചിനെ ഓർമ്മയുണ്ട്. അത് മതി. ഇനി നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. സോ ലാസ്റ്റ് ആയിട്ട് ഒറ്റ കാര്യം കൂടി, ഒരു ചെറിയ ഡാൻസ് ഒക്കെ വേണ്ടേ? വേണം. ഓക്കെ, അപ്പൊ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസിന് വേണ്ടി ഇവരെ താഴേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ മുകളിൽ നിന്ന് കളിക്കാം. താഴേക്ക് ഇപ്പോഴേ കരഞ്ഞ അപ്പം കരയണം. അതുകൊണ്ട് ഞാൻ നേരത്തെ ആക്ഷൻ സോങ് ഇല്ല, ഞങ്ങൾക്ക് വേണ്ട ഡാൻസ് വേണം. 2 സ്റ്റെപ്പ്. സോ പാട്ട് ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇതിന് എന്തെങ്കിലും ഡാൻസ് കളിക്കാണ്ട് നിങ്ങൾ ഇവിടുന്ന് വിടത്തില്ല. കളിച്ചോ?
ഒരുപോലെ ആയിരിക്കട്ടെ. Thank you. മക്കളെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് join ചെയ്യാം കേട്ടോ. ഭക്ഷണം എല്ലാവർക്കും വേണ്ടി arrange ചെയ്തിട്ടുണ്ട്. അത് ആസ്വദിക്കണം, ആസ്വദിക്കണം. Thank you all. दहलीज पे मेरे दिल की जो रखे है तूने कदम, तेरे नाम पे मेरी जिंदगी लिख दी मेरे हमदम। हाँ सीखा मैंने जीना, जीना कैसे जीना, हाँ सीखा मैंने जीना मेरे हमदम, ना सीखा कभी।